ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിൻ്റെ 16ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇപ്പോൾ നമ്മൾ ബേസ് മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ്റെ സ്റ്റെപ്പുകളാണ് അല്ലെങ്കിൽ ഓരോ മെത്തേഡുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ഒരു ലാസ്റ്റ് ടെക്നിക്കാണ് ഈ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ്, ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫോം. അപ്പോൾ ചെറിയ നമ്പേഴ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒരു നമ്പർ ബേസ് നമ്പറിന് മുകളിലും ഒരു നമ്പർ ബേസ് നമ്പറിന് താഴെയുമാണ് അല്ലേ. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 14 9 ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ബേസ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 10 ആണ് ബേസ് നമ്പർ. അപ്പോൾ 14 എന്ന് പറയുന്നത് 10ന് മുകളിലും 9 എന്ന് പറയുന്നത് 10ന് താഴെയുമാണ് അല്ലേ. ഒരു നമ്പർ മുകളിലും ഒരു നമ്പർ താഴെയുമാണെങ്കിൽ ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടതെന്നാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആൻസർ കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ 10 ആണ് ബേസ് നമ്പർ, 10ൽ ഒരു 0 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആൻസറിൽ ഒരു ബ്ലാങ്ക് പ്ലേസ് കൊടുക്കണം. എന്നിട്ട് ആ ബ്ലാങ്ക് പ്ലേസിൽ കൊടുക്കേണ്ടത് 0 ആണ്. ആ ബ്ലാങ്ക് പ്ലേസിൽ അപ്പം തന്നെ 0 ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് ഇവിടെ 14 ആണ്. നമുക്കറിയാം 14 ആണ്. 10നോട് ഏത് നമ്പർ ആഡ് ചെയ്താൽ 14 കിട്ടും? നമുക്കറിയാവുന്നതാണ് 4 ആണ്. പക്ഷെ എഴുതുമ്പോൾ +4 എന്ന് എഴുതുക. ഈ ഒരു കാര്യം മാത്രം ഓർമ്മിച്ച് വെക്കുക. 10 ആണ്. 10നോട് 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 14 കിട്ടും. അത്രയും. 10 + 4 = 14. ഇനി 9 ആണ്. 10ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് 9 കിട്ടുക. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? നമ്മൾ -1 എഴുതുന്നു. ഓർമ്മിച്ച് വെക്കുക. ഈ ഒരു രണ്ട് കാര്യം മാത്രം ഓർമ്മിച്ച് വെക്കുക. 14 ആണ്. ഇപ്പോൾ 10നോട് 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പ്ലസ് അഡീഷൻ ചെയ്ത് കഴിഞ്ഞാൽ 14 കിട്ടും. 10ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 9 കിട്ടും. ഈ ഒരു കേസ് മാത്രം ഓർമ്മിച്ച് വെക്കുക. ഇനി സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. എന്ത് ചെയ്യാം? 14ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ 9നോട് 4 ആഡ് ചെയ്യാം. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അതിനാണ് ഈ സൈൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. 14 എന്നാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം? സബ്ട്രാക്ഷൻ. ഇവിടെ മൈനസ് ആണ്. 9ഉം 4ഉം ആണ് ചെയ്യുന്നതെങ്കിൽ അഡീഷൻ. രണ്ടായാലും ആൻസർ സെയിം ആണ്. 14 - 1 എന്ന് പറയുന്നത് 13 ആണ്. എന്ത് ചെയ്യുന്നത്? നമ്മൾ ആ 13 ഇവിടെ എഴുതുന്നു. കഴിഞ്ഞില്ല. അടുത്ത ചെയ്യേണ്ടത് നമുക്കറിയാം, നമ്മൾ പൊതുവേ ചെയ്യാറുള്ളൊരു മെത്തേഡാണ്. ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നൊരു കേസ് കൂടെ ഉണ്ട്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 4 എന്ന് പറയുന്നത് 4 ആണ്. 1 × 4 4 ആണ്. ആ 4 ഇവിടെ എഴുതുക. ഇനി 130ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്ത് കളയാം. 130 - 4 എന്ന് പറയുന്നത് 126 ആണ്. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. ഓക്കെ, സിമ്പിളായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ്. നമ്മൾ കുറച്ചുകൂടി ഒന്ന് അല്ലേ, ചെറിയ നമ്പർ എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആൻസർ കിട്ടില്ല. അപ്പോൾ ഇത് വലിയ നമ്പേഴ്സിന് വേണ്ടിയിട്ടാണ്, മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ചെറിയ നമ്പേഴ്സും നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് 120ഉം 99ഉം തമ്മിലുള്ളത് നോക്കാം. നമുക്കറിയാം 120 99 100 ബേസ് ആയിട്ടുള്ള നമ്പേഴ്സാണ് അല്ലെ. 100ന് മുകളിലും താഴെയുള്ള നമ്പേഴ്സാണ്. അപ്പോൾ ബേസ് എന്താണ്? 100 ആണ്. 100 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 ബ്ലാങ്ക് പ്ലേസ് എഴുതണം. ആ 2 ബ്ലാങ്ക് പ്ലേസിലും 0 ഫില്ല് ചെയ്യാൻ വേണം. ഓക്കെ, ഈ ഒരു മെത്തേഡിൽ മാത്രമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി എന്താ? 100നോട് എന്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 120. 100 + 20. 100 + 20 എന്ന് പറയുന്നത് 120 ആണ്. ഇനി 100ൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 99 കിട്ടും. 100ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ കിട്ടും -1. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കും. ഇനി ചെയ്യേണ്ടത് എന്താ? സബ്ട്രാക്ട് ചെയ്യുക. 120 - 1 അല്ലെങ്കിൽ 99 + 20 ഏത് വേണേലും ചെയ്യാം. അപ്പോൾ ഈ 1 സബ്ട്രാക്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. 120ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 119 കിട്ടും. കഴിഞ്ഞില്ല. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 20 × 1 എന്ന് പറയുന്നത് 20 ആണ്. അത് ഇവിടെ എഴുതുന്നു. തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകും, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇവിടെ 10 വരും, ഇവിടെ 9 വരും, ഇവിടെ 8 ആവും. ഓർമ്മിച്ച് വെക്കാം. സിമ്പിൾ സബ്ട്രാക്ഷൻ ആണ്. 10ൽ നിന്ന് ഇവിടെ വേണ്ട, ഇവിടെ 0 - 0 എന്ന് പറയുന്നത് 0 തന്നെയാണ്. 10 എഴുതേണ്ട ആവശ്യമില്ല. 0 - 0 0 ആണ്. ഇനി ഇവിടെ 8, ഇവിടെ 10 വരും. ഓക്കെ, സബ്ട്രാക്ഷൻ ചെറിയ മിസ്റ്റേക്ക് വന്നതാണ്. 0 - 0 0 തന്നെ കിട്ടും. ഇനി 10 - 2 അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1 എടുത്തു. ഇപ്പോൾ ഇവിടെ 10 ആയി. 10 - 2 എന്ന് പറയുന്നത് 8 ആണ്. 10 - 2 എന്ന് പറയുന്നത് 8 ആണ്. ഇനി ഇവിടെയുള്ളത് 8 1 1. സോ ആൻസർ 11,808 കിട്ടും. അപ്പോൾ ഒരു നമ്പർ ബേസ് നമ്പറിന് മുകളിലും ഒന്ന് ബേസ് നമ്പറിന് താഴെയുമാണെങ്കിൽ ഫോളോ ചെയ്യാവുന്ന, ഇപ്പോൾ 1000ൻ്റെ കേസിൽ വരുമ്പോഴും ഫോളോ ചെയ്യേണ്ട മെത്തേഡ് ഇത് തന്നെയാണ്. ഈ ഒരു മെത്തേഡിൽ അഡീഷനും സബ്ട്രാക്ഷനുമായി എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ ലാസ്റ്റ് ആൻസർ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ട്രിക്കുമായിട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ